പൊളിഞ്ഞു വീണതിനിടയിൽ ഉപയോഗിക്കാൻ കഴിയുന്ന എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കുകയാണ് കൃഷ്ണൻകുട്ടിയും സ്മിതയും. ഇന്നത്തോടെ ഈ കാലിത്തൊഴുത്തിലുള്ള ഇവരുടെ താമസം അവസാനിച്ചു. പുതിയ വീട്ടിലേക്ക് മാറാനായി പൊളിച്ചതല്ല, മഴയത്ത് ഇടിഞ്ഞു പൊളിഞ്ഞു വീണതാണ്. ഏക ആശ്വാസം അപകട സമയത്ത് വീടിനകത്തുണ്ടായ മകൾ ജീവനോടെ രക്ഷപ്പെട്ടു എന്നത് മാത്രം. ഞാൻ ആ ബെഡ്റൂമിൽ കിടക്കുകയായിരുന്നു. അപ്പോൾ എൻ്റെ ഫ്രണ്ട് ഒന്ന് വിളിച്ചപ്പോൾ ഞങ്ങൾ ഇവിടെ വന്നിട്ട് ഈ ഒരു ഹാളിലിരുന്നിട്ട് കുറച്ച് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്ത് പെട്ടെന്ന് ബാക്കത്തെ ഓടെല്ലാം പടി വീണപ്പോൾ ഞങ്ങൾ ബാക്കിൽ കൂടെ ഇറങ്ങി ഓടി. ഇനിയിപ്പോൾ എന്ത് എന്നുള്ളതാണ്. കാരണം എവിടെ താമസിക്കും, 2 കുട്ടികൾ പഠിക്കുകയാണ്. അപ്പോൾ അവർക്ക് പഠിക്കാൻ സ്കൂളും കാര്യങ്ങളൊക്കെ ഇവിടെയാണ്. അങ്ങനൊരു വല്ലാത്തൊരവസ്ഥയിലാണ്. ഇപ്പോൾ 2 ദിവസമായിട്ട് അടുത്ത വീട്ടിലും അങ്ങനെയൊക്കെയാണ് ഇരുന്നിട്ടുള്ളത്. എൻ്റെ മോള് ഭാഗ്യത്തിനാണ് രക്ഷപ്പെട്ടത്. ഒരു നിമിഷം തെറ്റിക്കഴിഞ്ഞ് പറഞ്ഞ മോളും ഉള്ളൊരു കൂട്ടുകാരി ഉണ്ടെന്ന് പറഞ്ഞത്. കഴിഞ്ഞ മഴക്കാലത്ത് ഇവർ താമസിച്ച വീട് പൊളിഞ്ഞു വീണു. പിന്നീട് വീടിനടുത്തെ കാലിത്തൊഴുത്തിലേക്ക് മാറി. കൂലിപ്പണിക്കാരനായ കൃഷ്ണൻകുട്ടിക്ക് പുതിയ വീട് വയ്ക്കാനുള്ള സാഹചര്യമൊന്നുമില്ല. പേടിച്ചിട്ടായാലും മഴ നനയാതെ കിടക്കാമായിരുന്നു. ആദ്യ വീട് മഴയെടുത്തിട്ടും 1 രൂപ പോലും നഷ്ടപരിഹാരം ലഭിച്ചില്ല. ഇനി ഈ മഴയത്ത് കയറിക്കിടക്കാനും ഇടമില്ല. മാതൃഭൂമി ന്യൂസ്, പാലക്കാട്. എന്തൊരവസ്ഥയാണ് ആ കുടുംബത്തിൻ്റെത്. കണ്ടിട്ട് തന്നെ വലിയ വേദനയാണ് തോന്നുന്നത്. ശരിക്കും ഇപ്പോഴല്ല, എന്നാണോ ആ വീട് പൊളിഞ്ഞു വീണ് അവർ ആ തൊഴുത്തിലേക്ക് താമസം മാറ്റിയത്, അന്ന് തന്നെ അധികൃതരുടെ ഒരു ഇടപെടൽ വേണ്ടതായിരുന്നു. അവരെ സുരക്ഷിത സ്ഥലത്തേക്ക് മാറ്റേണ്ടതായിരുന്നു. ഇതുണ്ടായില്ല എന്ന് മാത്രമല്ല, ആ ഒരു തൊഴുത്ത് പോലും പൊളിഞ്ഞു വീഴുന്നൊരു അവസ്ഥയിലേക്ക് എത്തിയാണ് ഉണ്ടായത്. ഇപ്പോൾ മറ്റാർക്കും പരിക്കൊന്നുമില്ല. ആ കുടുംബത്തിലെ ഒരു കുട്ടിയാണ് ആ വീട്ടിലെ സമയത്ത് ഉണ്ടായത്. അവരുടെ മകളാണ് ഉണ്ടായത്. കൃത്യസമയത്ത് മകളോട് നിന്ന് രക്ഷപ്പെട്ടതുകൊണ്ട് മറ്റ് അപകടങ്ങളൊന്നും ഉണ്ടായില്ല. അത് ആശ്വാസകരമായ കാര്യം. പക്ഷെ എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ കൂടുതൽ വേദനയായേനെ. അപ്പോൾ എന്തായാലും ഗോകുൽ VS നമ്മളോടൊപ്പം തത്സമയം ചേരുന്നുണ്ട്. ഗോകുൽ, എന്തായാലും വളരെ വേദനിപ്പിക്കുന്ന ഒരു കാഴ്ച. ഈ ഒരു മഴക്കാലത്ത് ഒരുപാട് ദുരിതം അനുഭവിക്കുന്ന കുടുംബങ്ങളുണ്ട്. അവരുടെ പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഒക്കെ നമ്മൾ കാണുന്നുണ്ട്. അതിലൊക്കെ ഒരു ഇടപെടലും ഉണ്ടാവുന്നുണ്ട്. പക്ഷേ ഈ ഒരു കുടുംബത്തിന്റെ പ്രശ്നം ആദ്യഘട്ടത്തിലൊന്നും ആരുടെയും ശ്രദ്ധയിൽ വന്നില്ലേ? അവരുടെ ഒരു പ്രയാസങ്ങളൊക്കെ നേരിട്ട് കണ്ടറിഞ്ഞതാണോ ഗോകുൽ? അവിടെ ചെന്നപ്പോൾ അവരുടെ ഒരു ദുരിതം എത്രത്തോളം ആഴത്തിൽ ഗോകുൽ മനസ്സിലാക്കി? അവരുടെ ഒരു പ്രയാസങ്ങൾ എത്രത്തോളമാണ്? പറയൂ ഗോകുൽ. കല്ലടിക്കോടിനടുത്തുള്ള ഈ സ്ഥലത്തേക്ക്, ഇവരുടെ വീട്ടിലേക്ക് പോയപ്പോൾ എനിക്ക് സത്യം പറഞ്ഞ വിഷമാണ് വന്നത്. അവരുടെ വീട് മഴയത്തും കാറ്റത്തും വീണു, അവർ താമസിക്കുന്ന സ്ഥലം വീണു. അതിനൊക്കെ അപ്പുറത്തേക്ക് കൃഷ്ണൻകുട്ടിയും സ്മിതയും ഈ ഒരു വർഷത്തിലധികം കാലം താമസിച്ചിരുന്ന ഒരു തൊഴുത്തിലാണ്. കേരളത്തിലെ ഒരു കുടുംബം കഴിഞ്ഞ 1 വർഷമായി ഇത്തരത്തിലൊരു സാഹചര്യത്തിൽ പഴയൊരു തൊഴുത്തിൽ കഴിയേണ്ടി വരുന്നു എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം വലിയ വിഷമമുണ്ടാകുന്ന കാര്യമാണ്. കൃഷ്ണൻകുട്ടി അങ്ങനെ കൃത്യമായി ജോലിക്ക് പോകുന്ന ആളാണ്, കൂലിപ്പണിക്ക് പോകുന്ന ആളാണ്. പക്ഷേ ആൾക്ക് അത്ര വലിയൊരു വരുമാനം, ഒരു വീട് പെട്ടെന്ന് വയ്ക്കാനുള്ള ഒരു സാമ്പത്തിക ശേഷിയൊന്നുമില്ല. കാരണം അത്രമാത്രം ബുദ്ധിമുട്ടുണ്ട്. കാരണം കഴിഞ്ഞ മഴയ്ക്ക് അയാളുടെ വീട് തകർന്നു. ഈ മഴയ്ക്ക് പിന്നീട് താമസിച്ചിരുന്ന തൊഴുത്തും ഇടിഞ്ഞു വീണു. ഇനി എവിടെയും താമസിക്കാൻ ഇടമില്ലാത്തൊരു സ്ഥിതി വന്നു. മഴക്കാലം മാറിയല്ലാതെ ചിലപ്പോൾ ഒരു പക്ഷേ നേരെയാക്കി എടുത്ത് അവിടെ താമസിച്ചേക്കാം. പക്ഷേ മഴക്കാലം തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇനിയുള്ള കാലത്ത് അവരെവിടെ താമസിക്കും? വല്ലാത്തൊരാശങ്കയാണ്. അവർക്കൊരു മകളുണ്ട്, ചെറിയ കുട്ടിയുണ്ട്, മകളുണ്ട്. അപ്പോൾ ഇവരെയൊക്കെ കൊണ്ട് എങ്ങോട്ട് പോകുമെന്നറിയാത്തൊരു അവസ്ഥയിൽ ആ കുടുംബം നിൽക്കുകയാണ്. സത്യം പറഞ്ഞപ്പോൾ അത് കണ്ടപ്പോൾ എനിക്ക് വളരെ വേദനയാണ് തോന്നി. കാരണം ആ വീട്ടിലേക്ക് ഞാൻ ചെല്ലുമ്പോൾ അവർ വീടിനകത്തായിരുന്നു. അവർ എന്തൊക്കെയോ സാധനങ്ങൾ പരതുകയായിരുന്നു. കാരണം അതിനിടയിൽ പല കാര്യങ്ങളും നഷ്ടപ്പെട്ടിരുന്നു. ആ മുറിയിൽ പല കാര്യങ്ങളും നഷ്ടപ്പെട്ടിരുന്നു. അതെല്ലാം എടുക്കാൻ കഴിയുമോ എന്ന് ശ്രമിക്കുകയായിരുന്നു. വീടിൻ്റെ മുൻവശത്ത് വളരെ മഴയിൽ നനഞ്ഞ് കുതിർന്ന ഒരു മേശയുണ്ട്. ആ മേശയുടെ മുകളിൽ ഒരു ടർപ്പായ ഇങ്ങനെ വിരിച്ചു കെട്ടിയിട്ടുണ്ട്. ഞാൻ നോക്കിയപ്പോൾ ആ വീടിൻ്റെ ഉള്ളിൽ നിന്ന് അവരെടുത്ത ഓരോ സാധനങ്ങളും, ക്ലോക്ക്, അതോടൊപ്പം തന്നെ കണ്ണാടി, ചീപ്പ്, അങ്ങനെയുള്ള ചെറിയ സാധനങ്ങൾ അവർ കൂട്ടി വയ്ക്കുകയാണ്. അങ്ങനെ ചേർത്ത് വച്ചിട്ട് അവർ അവിടെ ആ മേശയിൽ അത് ചേർത്ത് വയ്ക്കുകയാണ്. എന്നിട്ട് അത് മഴ കൊള്ളാതെ മൂടിയിരിക്കുകയാണ്. കാരണം അതെങ്കിലും അവിടെ നിന്ന് കിട്ടുന്ന എന്തെങ്കിലും ഒരു സാധനം അടുത്തൊരു സ്ഥലത്തേക്ക് ഉപയോഗിക്കാൻ കഴിഞ്ഞെങ്കിൽ അത് വലിയൊരു അനുഗ്രഹമാകുമെന്ന് വിചാരിച്ചിട്ടാണ് അവരങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ അത്രമാത്രം പ്രതിസന്ധിയിലൂടെയാണ് ആ കുടുംബം കഴിഞ്ഞു പോന്നിരുന്നത്. അവർ മഴ വന്നപ്പോഴൊക്കെ അവർക്ക് ഭീഷണി ഉണ്ടായിരുന്നു. പക്ഷെ അവരുടെ വീട് ഈ മഴക്കാലത്തിൻ്റെ തുടക്കം ഇങ്ങനെയൊക്കെ ഇടിഞ്ഞ് വീഴുമെന്ന് അവരൊട്ടും പ്രതീക്ഷിച്ചില്ല. ആകെ ആശ്വാസം എന്ന് പറയുന്ന അവരുടെ ഒരു മകളുണ്ടായിരുന്നു, 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന മകൾ. അവൾക്ക് മറ്റൊരു അപകടം ഉണ്ടായില്ല എന്നുള്ളതാണ്. അവളും ഒരു കൂട്ടുകാരിയും ഈ അപകടം നടക്കുമ്പോൾ വീട്ടിലുണ്ടായിരുന്നു. വീടിൻ്റെ ഈ ഭാഗത്തുനിന്ന്, പിൻഭാഗത്തുനിന്ന് ശബ്ദം കേട്ടപ്പോൾ ഇറങ്ങി ഓടിയത് കൊണ്ട് മാത്രം അവർക്ക് മറ്റൊരു അപകടവും ഉണ്ടായില്ല. ഏതായാലും അവരെ സഹായിക്കാൻ അല്ലെങ്കിൽ അവരെ സംരക്ഷിക്കാൻ ആരെങ്കിലും ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം. ലൈഫിൽ പേര് കൊടുത്തിട്ട് നാളുകളായി, ഇതുവരെയും അതാകുന്നില്ല. അപ്പോഴൊക്കെ ആ ചേച്ചി പറയുന്നത് അതൊക്കെയാണ് എന്നെ വളരെ സ്പർശിച്ചു. ആ ചേച്ചി പറയുന്നത് നമ്മളെക്കാളും അർഹരായ അല്ലെങ്കിൽ വേണ്ട
കുറെ ആളുകൾ ഉണ്ടാകുമല്ലോ, അപ്പോൾ അവർക്കൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ടെങ്കിലും കിട്ടുമെന്ന് വിചാരിച്ചു. പക്ഷേ ഇതുവരെയും ഉണ്ടായില്ല എന്നുള്ളതാണ്. ഒരുപാടായി ആ ഒരു കുടുംബം കാത്തിരിക്കുന്നു. ഇപ്പൊ ഗൂഗിള് തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ അവരുടെ ഒരു അവസ്ഥ കാണുമ്പോൾ നമുക്കും വലിയ വേദനയുണ്ട്. ആ ഒരു കുടുംബത്തിന്റെ ദുരവസ്ഥ എത്രയും പെട്ടെന്ന് മാറണം എന്നുള്ളത് തന്നെയാണ് നമ്മുടെയും ആഗ്രഹം. അപ്പൊ ലൈഫിലെ വീടും കാത്തിരുന്നാൽ ഒരുപക്ഷെ ഇനിയും താമസിച്ചേക്കാം. അധികൃതരുടെ ഒരു ഇടപെടലൊക്കെ ഒരുപാട് വൈകിയേക്കാം. നമ്മളെ കൊണ്ട് കഴിയുന്ന സഹായങ്ങൾ ആ കുടുംബത്തിന് എത്തിക്കാൻ നമ്മൾ ഓരോരുത്തരും സന്നദ്ധരായി ഇറങ്ങണം. ഇപ്പോൾ എല്ലാ മഴക്കെടുതിയുടെ എല്ലാ കാലത്തും അതെ നമ്മളൊക്കെ ഒറ്റക്കെട്ടായി നിന്ന് കേരളം മാതൃക തീർത്തിട്ടുള്ളതാണ്. അപ്പോൾ ഈ ഒരു കെടുതിയെ നമ്മൾക്ക് നേരിടാൻ കഴിയും. കൃഷ്ണൻകുട്ടിയുടെ കുടുംബത്തെ സഹായിക്കാനായി കഴിയുന്നവർ അവനവനിൽ കഴിയുന്നത് ചിലപ്പോൾ 1 രൂപയോ 2 രൂപയോ ഒക്കെ കയ്യിലുണ്ടാവുള്ളൂ. പക്ഷെ അത് കഴിയുന്ന രീതിയിൽ ആ കുടുംബത്തിന് ഏതെങ്കിലും രീതിയിൽ എത്തിക്കാനായി ശ്രമിക്കുക. എങ്കിലേ അവരുടെ ഒരു ദുരിതം മാറി അവർക്കും സാധാരണ ജീവിതത്തിലേക്ക്. അതൊക്കെ ചെറിയ കുട്ടിയാണ്, പഠിച്ച് ഇനിയും ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്തേണ്ട ഒരു മകളാണ് അവർക്കുള്ളത്. അപ്പോൾ അവരുടെ വീടെന്ന ആ ഒരു സ്വപ്നം ആദ്യം അവർ സുരക്ഷിതമായൊരു ഇടത്തേക്ക് മാറി താമസിക്കേണ്ടതാണ് ആദ്യത്തെ ഒരു ഘട്ടം എന്നുള്ളത്. അത് മാറി മറ്റു രീതിയിലൊക്കെ അവരെ സഹായിക്കാൻ നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ നമ്മൾ പരമാവധി ശ്രമിക്കുക. ഈ ഒരു മഴക്കെടുതിയെയും നമുക്ക് ഒറ്റക്കെട്ടായി നിന്ന് അങ്ങനെ നേരിടാം.